വാഹന ലോകത്തെ ഏറ്റവും നൂതനമായ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ടിപ്സാണ് ഓൺ വീൽസിൽ എടുത്തത്. സോ ടിപ്സ് കണ്ടിട്ട് വേഗം തിരിച്ചു വരാം. എല്ലാ പ്രേക്ഷകർക്കും ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക്സ് ടിപ്സ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ് മാന്യ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. മറ്റൊന്നുമല്ല, കാറുകൾ അപകടം സംഭവിച്ചാൽ, ആക്സിഡന്റ് സംഭവിച്ചാൽ കാറുകളിലുള്ള അലാറം, സെൻട്രൽ ലോക്ക് യൂണിറ്റ് ഓട്ടോ ലോക്ക് മോഡിലാണ് അധിക വാഹനങ്ങളും. അഥവാ ഓട്ടോ ലോക്ക് എന്ന മോഡിലാണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. എന്നാൽ അപകടം സംഭവിച്ചാൽ ഇതൊന്ന് ഓട്ടോമാറ്റിക്കായി ആരും ചെയ്യാതെ തന്നെ അൺലോക്ക് ആക്കാൻ എന്താണ് മാർഗമെന്ന്, എന്താണ് ഇന്നത്തെ വിദ്യ, അല്ലെങ്കിൽ അതെങ്ങനെ അൺലോക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക്സ് അധ്യാപകനായ മിസ്റ്റർ അനുരാജ് എന്റെ കൂടെയുണ്ട്. നമുക്ക് അനുരാജോട് സംസാരിക്കാം. അനുരാജ്, എന്റെ മാന്യ പ്രേക്ഷകർ വളരെ പ്രധാനപ്പെട്ട് അപകടം സംഭവിക്കുന്ന, അതുപോലെ ആക്സിഡന്റ് ആയിട്ട് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചില്ല എന്നൊക്കെ ഉണ്ടല്ലോ, ഒന്ന് വിശദീകരിക്കാമോ, എന്തായിരുന്നു അത്? അതെ, ഈ അടുത്തുണ്ടായ 1-2 വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. വണ്ടി ആക്സിഡന്റ് ആയി യാത്രക്കാരൻ അതിൽ കുടുങ്ങി കിടക്കെ തന്നെ വണ്ടിക്ക് തീ പിടിച്ച ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വണ്ടി ഒരു വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ് അവിടെ താഴ്ന്നുപോയി യാത്രക്കാരൻ അതിന്റെ ഉള്ളിലുള്ള ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. 2-3 പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഇതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഞാൻ വണ്ടിയിലെ സെക്യൂരിറ്റി സംവിധാനത്തെ പറ്റി പറയാം. വാഹനം ഓടിക്കൊണ്ടിരിക്കെ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി വണ്ടിക്കുള്ളിൽ ആൾട്ടർനേറ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ ആൾട്ടർനേറ്ററിൽ നിന്ന് വരുന്ന സപ്ലൈ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന് ഒരു പ്രതിവിധി ചെയ്തിട്ടുള്ളത്. നമ്മുടെ R&D വെച്ച് ചെയ്ത ആൾട്ടർനേറ്റർ, വണ്ടിയുടെ ആൾട്ടർനേറ്ററിൽ നിന്നുള്ള പോസിറ്റീവ് സപ്ലൈ ആണ് ഇതിന് എടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ ഉടനെ ആ വാഹനത്തിലെ എഞ്ചിൻ നിന്ന് പോകും. സ്വാഭാവികമായും അതിന്റെ എഞ്ചിൻ ഓഫ് ആകാറുണ്ട്. ഈ ഓഫ് എന്ന മോഡിനെ സെൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ സെൻട്രൽ ലോക്ക് യൂണിറ്റിലേക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിച്ചാൽ, ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച്, ആ ഇൻഫർമേഷൻ എന്താകണം? അൺലോക്ക് ചെയ്യുന്ന ഇൻഫർമേഷൻ ആകണം. ഡോർ അൺലോക്ക് ചെയ്യുന്ന ഇൻഫർമേഷൻ ആക്കണം. അഥവാ എഞ്ചിൻ ഓഫ് ഈസ് ഈക്വൽ ടു ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം കീ ഓഫ് ചെയ്യാതെ, ACC കീ ഓഫ് ചെയ്യാതെ ഓട്ടോമാറ്റിക്കായി ഓഫ് ആകുന്ന സമയത്ത് അതിന്റെ ഒരു ഔട്ട്പുട്ട് എടുക്കുകയും എന്നിട്ട് ആ ഇൻഫർമേഷൻ അൺലോക്ക് എന്നൊരു മോഡാക്കി മാറ്റി നമ്മുടെ സെൻട്രൽ ലോക്ക് അലാറത്തിലേക്ക് ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഐഡിയ. ഓട്ടോണിക്ക എന്ന ബ്രാൻഡിൽ ഞങ്ങൾ നിർമ്മിക്കുന്ന, ഓട്ടോ ഇലക്ട്രോണിക്ക ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബ്രാൻഡിൽ ഞങ്ങൾ നിർമ്മിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സിലും ഈ ഫീച്ചർ സൗജന്യമായി ആഡ് ചെയ്ത് കഴിഞ്ഞു. തന്നെയുമല്ല, ഇതുവരെ കേരളത്തിൽ വിതരണം ചെയ്ത മുഴുവൻ ഓട്ടോണിക്ക ബ്രാൻഡിലും വീണ്ടും ഇത് ഫ്രീ ആയി കണക്ട് ചെയ്യാൻ കമ്പനി ഒരുക്കവും കൂടിയാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ഓട്ടോണിക്ക എന്ന ഈ ഒരു പ്രോഡക്റ്റിന്റെ ബ്രാൻഡിൽ മാത്രം ആഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണോ? അല്ല, ഒരിക്കലുമല്ല. നമ്മുടെ R&Dയിൽ കഴിഞ്ഞ ആഴ്ചയുള്ള R&Dയിൽ അതും പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞു. എന്താണെന്ന് അറിയണ്ടേ? നിങ്ങളുടെ കയ്യിലുള്ള കാർ ഏതുമാകട്ടെ, ഏത് അലാറവുമാകട്ടെ, ഏത് സെൻട്രൽ ലോക്ക് കിറ്റുമാകട്ടെ, അതിൽ ഞങ്ങളുടെ ഈ ഫീച്ചർ, ഓട്ടോ അൺലോക്ക് ഫീച്ചർ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. മാന്യ പ്രേക്ഷകരുടെ വണ്ടി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ, ഓട്ടോ ഇലക്ട്രോണിക്കയുടെ വിദഗ്ധരുടെ കയ്യിൽ കിട്ടിയാൽ തീർച്ചയായിട്ടും ഇത്തരം ഫീച്ചർ ആഡ് ചെയ്ത് കൊടുക്കാൻ കമ്പനി ഒരുക്കമാണ് എന്ന് മാന്യ പ്രേക്ഷകർക്കുള്ള ഒരു ഗുഡ് ന്യൂസ് ആണ് ഞങ്ങൾ ഇന്ന് അറിയിക്കുന്നത്. ഈ കിറ്റ് പിടിപ്പിച്ച വാഹനങ്ങളില് ഡ്രൈവർ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നിർത്തി ഇഗ്നിഷൻ കീ ഓഫാക്കി എടുക്കുന്ന സമയത്ത് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആവുമല്ലോ. അതൊരു ഈ ഫീച്ചറിൽ ഓട്ടോമാറ്റിക്കായി കടന്നു വന്ന മറ്റൊരു ഫീച്ചറാണത്. അത് ഉള്ള വാഹനത്തിൽ അതൊരു അഡീഷണൽ ഫീച്ചർ അല്ല. അതില്ലാത്തത് സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ ഫീച്ചറാണ്. കാരണം എഞ്ചിൻ ഓഫ് ആകുന്നതാണ് സെൻസ് ചെയ്യുന്നത്. എഞ്ചിൻ ഓഫ് ആകുന്ന സമയത്താണ് അൺലോക്ക് ആകുന്നത് വണ്ടി, അല്ലേ?
അതുപോലെ മാനുവലായി കീ ഉപയോഗിച്ച് അൺലോക്ക് ചെയ്താലും എഞ്ചിൻ ഓഫ് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നോബൊക്കെ റിലീസ് ചെയ്ത് ഡോറ് ഓപ്പൺ കണ്ടീഷനിലായിരിക്കും. അപ്പൊ ഒരു ഓട്ടോ അൺലോക്ക് മോഡും ഇതിൽ വന്നു. ഓട്ടോ ലോക്ക് ഓൾറെഡി എല്ലാ വാഹനത്തിലും ഉണ്ട്. ഓട്ടോ ലോക്ക് ഉള്ളത് കൊണ്ടാണ് ഈ അപകടം പ്രശ്നമാക്കിയത് അല്ലെ. ഓട്ടോ ലോക്ക് അല്ലാത്തൊരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം അത് അത്ര പ്രശ്നമല്ല. പക്ഷെ ഓട്ടോ ലോക്ക് ഇല്ലാത്ത വാഹനത്തിൽ ആളുകൾ മാനുവലായി ലോക്ക് ചെയ്യാറുണ്ട്. കാരണം ബാക്ക് സീറ്റിലുള്ള ചിൽഡ്രൻ, കുട്ടികൾ ഡോർ തുറന്ന് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഡ്രൈവർ അത് ലോക്ക് ചെയ്യുന്നത്. ആദ്യത്തെ 10 സെക്കൻഡിനുള്ളിൽ ടൈം ഡിലേ ലോക്ക്. അതുപോലെ ബ്രേക്കിംഗിൽ ബ്രേക്കിംഗ് ലോക്ക്. ഏത് വണ്ടി എടുത്ത് സ്വല്പം മുന്നോട്ട് ആദ്യത്തെ 10 സെക്കൻഡിലുള്ള ബ്രേക്കിംഗിൽ വണ്ടി ലോക്ക് ആകും. ഇതൊക്കെ ഇന്ന് നിലവിലുള്ള കുറെ ഫീച്ചേഴ്സുകളാണ്. ഇത്തരം ഫീച്ചേഴ്സ് ഉള്ള വാഹനത്തിലാണ് ആക്സിഡന്റ് സമയത്ത് ഇതിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നത്. അത് പരിഹരിക്കാനാണ് എഞ്ചിൻ ഓഫ് ആയാൽ ഉടനെ ഇതേ അൺലോക്ക് തന്നെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ എഞ്ചിൻ കീ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അൺലോക്ക് അഥവാ ഇത് ഓപ്പൺ കണ്ടീഷനിലേക്ക് വരുന്നതും ഈ ഫീച്ചർ തന്നെയാണ്. ഇന്ന് പറഞ്ഞ ഈ ടിപ്പ്, ഈ ഐഡിയ ഏത് അലാറത്തിലും ഞങ്ങൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തു തരാം. നിങ്ങളുടെ വണ്ടി ഏതുമാകട്ടെ, നിങ്ങളുടെ കിറ്റുകൾ, സെക്യൂരിറ്റി സെൻട്രൽ ലോക്ക് കിറ്റുകൾ ഏതുമാകട്ടെ, അതിൽ ഞങ്ങൾ ഈ ഐഡിയ അതിൽ ഇംപ്ലിമെന്റ് ചെയ്തു തരാം. അതിനും നിങ്ങൾക്ക് SMS ആയി ഞങ്ങളുമായി ബന്ധപ്പെടാം. ഞങ്ങളുടെ SMS നമ്പർ 9961959595. നല്ല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകുന്ന ആളുകൾക്ക് നറുക്കെടുപ്പിലൂടെ ഒരു വിജയം കണ്ടെത്തി സമ്മാനം നൽകുന്നതും ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക് ഇൻസ്റ്റിറ്റ്യൂട്ടായ ഓട്ടോ ഇലക്ട്രോണിക്ക ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കോട്ടക്കൽ എന്ന സ്ഥാപനമാണ്. ഈ വിദ്യ പഠിച്ച് നിങ്ങൾക്കൊരു ജോലി വേണോ? നിങ്ങൾക്ക് SMS അയക്കാം. ഇനി ഈ വിദ്യ പഠിച്ചൊരു ടെക്നീഷ്യന് വേണോ? നിങ്ങൾക്ക് അയക്കാം SMS. ടെക്നീഷ്യൻ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് ഞങ്ങൾക്ക് അയക്കാം. ഇന്ത്യയിലുടനീളം ഞങ്ങളുടെ ഈ സേവനം ലഭ്യമാണ്. ടെക്നിക്കൽ സപ്പോർട്ടും ലഭ്യമാണ്. വിളിക്കുക അല്ലെങ്കിൽ SMS അയക്കുക. SMS നമ്പർ ഒരിക്കൽ കൂടി 9961959595. അടുത്ത ആഴ്ച പുത്തൻ വിശേഷങ്ങളുമായി പുതിയ ടിപ്പുമായി ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ നമസ്കാരം. ഇന്നത്തെ ഓൺ വീൽസ് ഇവിടെ പൂർണ്ണമാണ്.